അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ദേഷ്യത്തോടെ ജസീറത നേരെ ഹാദിയുടെ വീട്ടിലേക്ക്. വീട്ടിൻ്റെ ഗേറ്റ് കടന്ന് ആ ഒരു വാഹനം അകത്തേക്ക് കയറി തുടരെ ഹോണടിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ഹാദിയുടെ ഉപ്പ അവിടെ ഇല്ലായിരുന്നു, പള്ളിയിലേക്ക് പോയതായിരുന്നു. ഉമ്മ നിസ്കാരപ്പായയിലും. വീട്ടിൽ മറ്റാരുമില്ല. തുടരെയുള്ള ഹോണടി. പഠിച്ചോനെ, ആരാ? സലാം വീട്ടിക്കൊണ്ട് ഉമ്മ ആ നിസ്കാരപ്പായി അതാ പതുക്കെ ഒന്ന് കയറ്റി പിടിച്ച് നേരെ നോക്കി. ആ ഒരു താറ് കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ഭയന്നു. അത് ഇവിടെയാണെങ്കിൽ എക്കില്ലേനോ. പഠിച്ചോനെ, എൻ്റെ മോളെ കൊണ്ടുപോവുകയും ചെയ്തു. എന്താ റബ്ബേ ഞാൻ ചെയ്യ? വാതിൽ തുറക്കണോ? ആരാ? എന്നാൽ അതാ ആ ഒരു ഡോർ തുറന്നുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് തുണി മടക്കി കുത്തി അവൻ അതാ കയറി വരുന്നു. ഹാദിയ. ഒരു നിമിഷം ഉമ്മ ഭയന്നു. പഠിച്ചോനെ. എന്നാൽ അവൻ തുടരെ ബെല്ലടിക്കാൻ തുടങ്ങി. എന്തോ ഒരു വാശി തീർക്കാനെന്ന വണ്ണം അവൻ്റെ ആ ഒരു ബെല്ലടി കേട്ടപ്പോൾ ശരിക്കും ഉമ്മാക്ക് ഭയം തോന്നി. എന്താ ഇവിടെ ആരുമില്ലേ? ഏയ്, ഇവിടെ ആരുമില്ലേ? അവൻ അതാ മെയിൻ ഡോറ് പിടിച്ച് തട്ടാനും മുട്ടാനും തുടങ്ങി. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? ഉപ്പയും ഇവിടെ ഇല്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ. പക്ഷെ വാതിൽ തല്ലിപ്പൊളിക്കും എന്നുറപ്പായപ്പോൾ ഏയ്, എന്താ തുറക്കാത്തത്? ഹാദിയ, തുറക്കടി. അവസാനം ഉമ്മ മനമില്ല മനസ്സോടുകൂടി അതാ വാതിൽ തുറന്നു. ആ, എവിടെ ഹാദിയ? എൻ്റെ കെട്ടിയോളെവിടെ? ആ, ഓള് എന്താ? വായിൽ നാവില്ലേ നിങ്ങൾക്കൊന്നും? എൻ്റെ കെട്ടിയോളം എനിക്കിപ്പം കിട്ടണം, അവൾക്ക് കൊണ്ടുപോകണം. ഓള് ഇവിടെ ഇല്ലെന്നോ? ഓള് അങ്ങോട്ട് പോകാൻ? അവള് എൻ്റെ ആങ്ങളൻ്റെ വീട്ടിക്ക്. ഉമ്മ വെറുതെ ഒന്ന് പറഞ്ഞൊപ്പിച്ചു. അല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി കളവ് പറയണ്ട. ജസീർ ആരാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനെന്താ അറിയിച്ചു തരണോ? ശരിക്കും മരുമകൻ്റെ യഥാർത്ഥ മുഖം കണ്ട ആ ഉമ്മ ശരിക്കും ഭയന്നു പോയി. റബ്ബേ, എൻ്റെ കുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട്. എൻ്റെ കുട്ടി അങ്ങേയറ്റം വിഷമത്തോടെ വേദനയോടെ ഞങ്ങൾ പറയുമ്പോൾ പറയും, മോളെ ജസീർ നല്ല മോനല്ലേ, അവനൊരിക്കലും അങ്ങനെയല്ലല്ലോ, കണ്ടില്ലേ അവൻ്റെ സ്വഭാവം, എന്തൊരു നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും ആ ഉമ്മാക്ക് അല്പം ഭയം തോന്നി. അതെ, നിങ്ങൾ എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട. അതെ, ജസീർ അതിനെയും വലിയ കളി കളിക്കും. എവിടെ അവള്? അല്ല, നിങ്ങളെ പ്ലാനിങ്ങിന് വല്ല മാറ്റമുണ്ടോ? എന്താ നിങ്ങൾക്ക് പ്ലാനിങ്? അവളെ ഇറക്കി വിടി, അതാ നിങ്ങൾക്ക് നല്ലത്. ശരിക്കും ആ ഉമ്മയുടെ മുമ്പിൽ ഭീഷണിപ്പെടുത്തുകയാണ് അവന്. ഇവിടെ ഉപ്പയൊന്നുമില്ല, ഈ ഒരു അവസ്ഥയിൽ മോളുമില്ല. അപ്പോൾ എല്ലാവരും കൊണ്ട് എങ്ങോട്ട് എഴുന്നള്ളിച്ചതാ? എങ്ങോട്ടാ പോയത് ബാപ്പി മോളും? ജസീറിനെ പറ്റിക്കാൻ ഇതുവരെ നോക്കിയിട്ട് ആരും നടന്നിട്ടില്ല. ഇനി നിങ്ങളായിട്ടല്ലേ ജയിക്കണ്ട. ആദ്യം ഇറക്കി വിടിങ്ങൾ. എവിടെയാണ് അവളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ജസീർ അതാ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മോനെ, ഓളിവിടെ ഇല്ല. ആഹാ, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ആങ്ങളുടെ വീട്ടിലേക്ക് പോയത്? ഞാനിപ്പോൾ പോകും അവളുടെ അടുത്തേക്ക്. ആരോട് ചോദിച്ചിട്ടാ? മോനെ, അത് ആ ഉമ്മ ആകെ പേടിച്ച് വിറച്ചു എന്ന് തന്നെ പറയാം. മരുമകൻ്റെ ഈ ഒരു ഉപദ്രവപരമായ പെരുമാറ്റം ആ ഉമ്മ തീരെ പ്രതീക്ഷിച്ചില്ല. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? വേഗം ഫോൺ എടുത്ത് അതാ ഉപ്പാക്ക് വിളിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ജസീർ ആ ഫോൺ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. ആർക്ക് വിളിക്കാനാ? പോലീസിനെയോ? നിങ്ങൾ പോലീസിനല്ല, അതിൻ്റെ അപ്പുറം വിളിച്ചാലും എനിക്ക് പുല്ലാണ്. അതെ, നിങ്ങൾ മാനമര്യാദയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കണ്ടേ, ആദ്യം എവിടെ? അവൾ എനിക്ക് കിട്ടണം, അവൾ എനിക്ക് കിട്ടിയേ തീരും. എന്നാൽ ആ ഉമ്മ എന്തിനാണ്? ഉപദ്രവിക്കാനല്ലേ എൻ്റെ കുട്ടിയെ ഇനിയും കൊണ്ടുപോകുന്നത്? ഇല്ല, ഇനി ഞാൻ തരൂല എൻ്റെ കുട്ടീനെ ഉപദ്രവിക്കാനേ. ഇനി ഒരിക്കലും സമ്മതിക്കൂല. കുറേ സഹിച്ചില്ലേ എൻ്റെ കുട്ടി? എന്ത് സഹിച്ചു? എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ പറയും. എൻ്റെ കുട്ടി കുറേ ഇടങ്ങാറേക്കണ്. ഇനി ദയവായി എൻ്റെ കുട്ടിയെ ഉപദ്രവിക്കരുത്. എൻ്റെ കുട്ടി പാവമാണ്. പാവം, അത്രക്കും നെറികെട്ടവൾ ഉണ്ടാവില്ല ഈ ദുനിയാവിൽ. എൻ്റെ കുട്ടി ആർക്കും ഒരു ഉപദ്രവം ചെയ്യണില്ല.
എന്തിനാണ് എൻ്റെ കുട്ടീനെ ഇങ്ങനെ ഇട്ട് ഇടങ്ങാറാക്കണത്? അവള് ആരാണ് ഇടങ്ങാറാക്കിയത്? എനിക്ക് അവളെ എൻ്റെ ഭാര്യയാണ്, എനിക്ക് അവളെ കൊണ്ടുപോകണം എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ ഉമ്മ കൊണ്ടുവരാൻ പറയുന്നുണ്ട് അവളെ. എന്തിന്? അവൾ ഇനി ബുദ്ധിമുട്ടേക്കാനാണോ? അതെ, നിങ്ങളെക്കുറിച്ച് നല്ലത്. എൻ്റെ മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളത് വിചാരിച്ചിരുന്നില്ല. കാരണം നിങ്ങൾ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവളെ പറയായിരുന്നു, മോളെ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം പിന്നെ ഒക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായി ഞങ്ങൾ പറയണത്? എൻ്റെ മോളെ അത്രക്ക് ഉപദ്രവിച്ചത് അത് നീയല്ലേ? ഒരു നിമിഷം ആ ഒരു വാക്ക് കേട്ട് ജസീർ, അതേ തള്ളേ ചിലക്കാതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ടോ? അതെ, പിന്നെണ്ടല്ലോ മോളെ അങ്ങനെ ചെയ്തത് ഞാനാ. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ നിങ്ങൾ അതിനേക്കാളും കിടപ്പിലാക്കും ഞാൻ, നോക്കിക്കോളി. പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് കയറി വരുന്നു. ആരാണ്? എന്താണ് ഇവിടെ? ഇവിടെ എന്താ വന്ന് ബഹളം വെക്കുന്നത്? ആ ഉമ്മ കരയുകയായിരുന്നു. എന്താടോ, എന്താ ഇങ്ങനെ വീട്ടിൽ കയറി അനാവശ്യം കാണിക്കണത്? അതെ, നിങ്ങളെ പുന്നാര മോളങ്ങോട്ട് ഇറക്കി വിടി. ഓളെനിക്ക് കൊണ്ടുപോകണം. ഓളെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. അവളുടെ ഭാര്യയാണ് നിയമപരമായിട്ട്, മനസ്സിലായില്ല? നിയമപരമായിട്ട് ഭാര്യയാണെങ്കിലേ അതിൻ്റെതായ രീതിയിൽ നോക്കണം, അല്ലാതെ കൊല്ലാൻ നോക്കലല്ല കേട്ടോ. ആ ഉപ്പയുടെ വാക്ക് കേട്ട് ജസീർ, ഓഹോ അപ്പം നിങ്ങളെല്ലാവരും എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു. അതെ, കൊല്ലാൻ നോക്കിയത് ഞാനല്ല, എൻ്റെ അനിയൻ സഫീറാണ്. ഓർത്ത് കളിച്ചോളി, ഓർത്തോളി നിങ്ങൾ. വെറുതെ ആവശ്യമില്ലാത്തിന് നിൽക്കണ്ട. പിന്നെ അതല്ല, അതിൻ്റെ ഒപ്പം ചെയ്യാൻ ഞാൻ മടിക്കൂല. ഇല്ലാത്ത ഓരോന്ന്. ജസീറെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ്. ഉപ്പയുടെ ആ ഒരു ഗർജനം. ഓഹോ, നിങ്ങളെല്ലാവരും എന്നെ അങ്ങനെ അങ്ങ് പുറത്തിറക്കാൻ നോക്കുക അല്ലേ? ആദ്യം ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസീർ അതാ അവിടെ നിൽക്കുന്നു. ഞാൻ പോലീസിനെ വിളിക്കും, വേണ്ടാത്തരം കാണിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഭാര്യ വീട്ടിൽ കയറിയാലേ ഒരു പോലീസും ഇന്നൊരു ചുക്കും ചെയ്യാൻ പോണില്ല. ആദ്യം ഇറക്കി വിടി, അതുവരെ ഞാൻ ഇവിടെ നിൽക്കും. ഇറങ്ങി പോകുന്നുണ്ടോ ജസീർ നീയേ? എവിടെ എൻ്റെ ഭാര്യ? എനിക്ക് അവളെ കാണണം. ഓഹോ, വീട്ടിൽ നിന്ന് ഉപദ്രവം പോരാത്തിന് വഴിയരികിൽ വെച്ച് നിനക്കെതിരെ കേസ് ഞാൻ കൊടുക്കൂടാ, ഈ നോക്കിക്കോ. അതെ, നിങ്ങൾ ജസീറിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ മോളുടെ ജീവൻ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ അവളെ ഇറക്കി വിടണം. ജസീറെ, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോ, നിന്നോട് ഞാനാ പറയുന്നത്. അതെ, ഇറങ്ങിപ്പോകാനല്ല ജസീർ കയറി വന്നത്. ഞാൻ വിചാരിച്ച രീതിയിൽ കിട്ടാതെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ നിൽക്കുന്നില്ല. ജസീർ, ഞാൻ പോലീസിനെ വിളിക്കും. വേണ്ടാത്തിന് നിൽക്കണ്ട. എനിക്കതൊരു മാനക്കേടാണ്. സ്വന്തം മരുമകനെ പോലീസ് കൺമുമ്പിൽ നിന്ന് പിടിച്ചു പോകുകയെന്ന് വെച്ചാൽ നിനക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാം. ഒരിക്കൽ പോലും എൻ്റെ മോളെ നിനക്ക് കിട്ടില്ല, നോക്കിക്കോ. ഒരിക്കലും നിൻ്റെ കൂടെ ജീവിക്കുന്നത് ശരിയല്ല. നീ അത്രക്കും ഇതിനൊക്കെ പകരം ഞാൻ ചോദിക്കട്ടോ, വെറുതെ വിടില്ല. ഒരൊറ്റൊന്നിനെയും വിടില്ല ഞാൻ. എൻ്റെ ഭാര്യയെ നിങ്ങളിവിടെ പിടിച്ചു വെച്ച് നിൽക്കുക അല്ലേ? ജസീറെ, മാനമര്യാദയിലാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ നീ ആൾ മോശമാണ് വളരെയധികം. എന്തിനാടാ എൻ്റെ പൊന്നുമോളെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണോ നിൻ്റെ പ്ലാന്? അതിനു വേണ്ടിയിട്ടാണോ നീ ഇത്രയധികം ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്? വിട്ടുതരില്ല എൻ്റെ പൊന്നുമോള്. ഞാൻ മരിച്ചാലും എൻ്റെ മോളെ ഞാൻ വിട്ടുതരില്ല. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഉപ്പ അല്പം ധൈര്യത്തോടെയാണ്, ഉച്ചത്തോടെയാണ് അത് പറഞ്ഞത്. ഉമ്മ പിടിച്ചു വെച്ചു. വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. പിന്നെന്താ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കണേ ഒരു കുഴപ്പമില്ല എനിക്ക്. നിങ്ങളെൻ്റെ പെണ്ണിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചത്? എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിക്കാൻ എനിക്കറിയാം, നോക്കിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശക്തമായി അവിടെയെല്ലാം ചവിട്ടിയരിച്ച് അവൻ്റെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് വളരെയധികം ദേഷ്യത്തോടെ വേഗത്തിൽ അതാ ഇരമ്പിക്കൊണ്ടുപോയി. എനിക്ക് പേടിയാണ് മോളെ കാര്യത്തിൽ. എന്തിനു പേടിക്കണേ? ഒരു പേടിയും പേടിക്കണ്ട. ആഹാ, അത്രക്കോ? ഓൻ്റെ തുള്ളലിനൊക്കെ നമ്മളെ കുട്ടി അങ്ങോട്ട് വിട്ടുകൊടുത്തു. നമ്മൾ ശ്രദ്ധിച്ചില്ല, നല്ലോനാന്ന് കരുതി. ഇപ്പം കണ്ടില്ലേ, ഓൻക്കെതിരെ തന്നെ ഞാൻ ഇനിയും കേസ് കൊടുക്കും. ഇനിയിപ്പോൾ വേണ്ടാത്ത ഒന്നും നിൽക്കണ്ട. ഒന്നിനും മടിക്കാത്താലാണ് ഓല്. കാരണം ഓൽക്കൊന്നും ജീവനെ പേടില്ല. പിന്നെ അതുമല്ല, ഒന്നിനും മടിക്കാത്തവരാണ് ഓലൊക്കെ. ദയവായി നിങ്ങൾ
അതിനൊന്നും നിൽക്കണ്ട. എന്ത് എൻ്റെ പൊന്നു മോളുടെ ജീവൻ വെച്ചിട്ട് ഓൻ കളിക്കണത്? ഓനും എൻ്റെ തോന്നിയാസങ്ങളൊക്കെ എൻ്റെ മോളെ മുമ്പിൽ വെച്ച് കാട്ടുക അല്ലേ? ഓളിഞ്ഞിട്ട് മനമുരുകി വേദനിക്കുക. എന്താപ്പോ ഇതൊക്കെ കഥ? എൻ്റെ മോളെ, ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടിയെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം അവന് ആള് ശരിയല്ല. എൻ്റെ പുന്നാര മരുമകനുണ്ടല്ലോ, അവനും ആദ്യത്തെ മൂത്ത മരുമകന്, അവർ രണ്ടുപേരും ഒരു സെറ്റാണ് പല കാര്യങ്ങൾ കൊണ്ട്. അവനക്കുള്ള ഔദാര്യങ്ങളെല്ലാം ഇവനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരും ഒക്കെയാണ്. എന്തൊക്കെ തന്നെയായാലും നിൻ്റെ ആ വലിയ മോൾ ഓൻ്റെ കൂടെ പോയതോടു കൂടി കഴിഞ്ഞു. ഓലെ ജീവിതത്തിൻ്റെ സുഖം തന്നെ കാലാകാലം കടങ്ങളും കാര്യങ്ങളായിട്ട് നിൽക്കല്ലേ. അന്ന് എത്ര പറഞ്ഞു, പക്ഷേ എന്താ ചെയ്യുക, ഒരു വാക്കുപോലും പറയാതെ. ഇനി നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഏതായാലും ഒരാൾ അങ്ങനെ പോയെങ്കിലും ആദ്യം മോൾ രക്ഷപ്പെട്ടല്ലോ. ഓളിവിടെ ഉണ്ടല്ലോ. എൻ്റെ കുട്ടിൻ്റെ കൈയും കാലം ഒടിച്ചിട്ട് വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഉള്ളത്. എന്തല്ല മോളായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു ഓന്. ഇനി നിങ്ങൾ കേസിനും കൂട്ടത്തിൽ നിൽക്കണ്ട. നമ്മൾക്ക് മോളെ അങ്ങ് ചികിത്സിച്ച് ഭേദമാക്കാം. അല്ലാതൊരിക്കൽ പോലും ഇനി ഒന്നിനും പോകണ്ട. പോയി കഴിഞ്ഞാൽ തന്നെ ഓന ഇനിയും വലുത് ചെയ്യും. എനിക്കങ്ങനത്തെ പേടില്ല. പക്ഷേ ഇവിടുത്തെ നിയമം അത് പോരാ. അറബ് നാട്ടിലെങ്ങാനും ഈ ഒരു അറബ് നാട്ടിലെ നിയമങ്ങളാണ് ഇവിടെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ നിയമം പോരാ. അതുകൊണ്ടാണ് അപ്പോഴേക്കും ക്യാഷ് എറിയും അപ്പുറത്ത്. ക്യാഷ് എറിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരയിൽ വീണ് കഴിഞ്ഞു. അതാണ് സ്ഥിതി. എന്നാൽ ഈ സമയം അതാ ജസീർ ദേഷ്യത്തോടെ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടി ഹാദിയ, എന്നെ ഞാൻ സമ്മതിക്കില്ലടി. എന്താ നീ വിചാരിച്ചത്? എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിനക്ക് മറ്റാരുടെയും കൂടെ സുഖമായി ജീവിക്കുക എന്നുള്ളൊരു പ്ലാനാണല്ലോടി നിനക്ക്. നിന്നെ ഞാൻ കൊല്ലും. നോക്കിക്കോ, സഫീറിൻ്റെ മേലെ കേസ് മുഴുവൻ ഞാൻ കെട്ടിവെച്ചിട്ട് നോക്കിക്കോ. എന്നാൽ ഈ സമയം ഹാദിയ ആഷി ഉസ്താദിൻ്റെ വീട്ടിൽ. എന്തെന്നറിയില്ല, ഐഷുവിൻ്റെ ഉമ്മക്ക് വല്ലാത്ത സ്നേഹം ഹാദിയയോട്. മോളെ ഈ രീതിയിൽ മോളെ കണ്ടതിൽ വല്ലാത്തൊരു സങ്കടം കേട്ടോ ഉമ്മ. എന്ത് ചെയ്യൊക്കെ പഠിച്ചവൻ്റെ വിധിയല്ലേ മോളെ. എന്തായാലും കേസിന് പോകാനായില്ലേ, നാളെയല്ലേ പോകേണ്ടത്. ഏതായാലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങണം കേട്ടോ മോളെ. എന്നാൽ ഐഷുവിനും വല്ലാത്ത സങ്കടമായി. അതെ, എൻ്റെ ആഷി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് വിചാരിച്ചതായിരുന്നു ഹാദിയെ. പക്ഷേ ഹാദിയുടെ ആ ഒരു അവസ്ഥ ഐഷുവിനെ കൂടുതൽ വിഷമത്തിലാക്കി. അവൾ കരഞ്ഞു ആ കാഴ്ച കണ്ട്. അന്ന് ഹബീബ് ഉസ്താദ് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ഉസ്താദെ, ഹാദിയുടെ സ്ഥിതി ആലോചിച്ചിട്ട് വല്ലാത്ത സങ്കടം അല്ലേ. എന്താ ചെയ്യുക, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അല്ലേ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു എനിക്ക് എൻ്റെ ആഷിക്ക് പെണ്ണായിട്ട് ഓള് വേണമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ പാവം തോന്നാണ്. നീ വിഷമിക്കല്ലേ പെണ്ണെ. അള്ളാഹു അല്ലേ വലിയവന്. പടച്ചുറബ് വിചാരിച്ചാൽ അതേ നടക്കൂ. അതിൻ്റെ പുറത്തേക്കായിട്ടൊന്നും ഒരുപക്ഷെ അവൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയതും ആ ബന്ധം അത്ര നല്ലതല്ല ഇരുന്നതും ഒരുപക്ഷെ നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുക. നമുക്ക് അള്ളാഹു എന്തെങ്കിലും ദുഃഖങ്ങൾ വിഷമങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാ വിചാരിക്കുക. അല്ല എന്നുണ്ടെങ്കിലോ എന്തായിരിക്കും. ഏതായാലും ഹബീബ് ഉസ്താദ് ഐഷുവിനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് അതാ പുറത്തു പോയി തിരിച്ചു വന്നിരുന്നു. മോനെ ആഷി. പാവം മോള് ആഷി, ഉമ്മാൻ്റെ കുട്ടിയെ ഏതായാലും നമുക്ക് അവൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞതോ വലിയ തന്നെ ഉമ്മ. അവളുടെ കെട്ടിയോന് ഓനൊരു ഭ്രാന്തനായി മാറിയ രീതിയിൽ നടക്കുകയാണ്. എന്താ ചെയ്യുക. ഓളപ്പം എനിക്ക് വിളിച്ചിരുന്നു, വീട്ടിൽ വന്ന് കുറേ ഭീഷണിപ്പെടുത്തി, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ്. അവളെ കെട്ടിക്കഴിഞ്ഞാൽ ഉമ്മ വെറുതെ ഇടൂലുമ്മ. പൊന്നു മോനെ വിട്ടുകൊടുക്കല്ലടാ, പാവം മോളാണ്, വിട്ടുകൊടുക്കല്ലേ, നമുക്ക് സംരക്ഷിക്കാം അവളെ കേട്ടോ ഉമ്മ, ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് അതാ അവളിരിക്കുന്ന ആ റൂമിലേക്ക് ചെന്നു. അതെ, ആഷി ഉസ്താദിൻ്റെ റൂമിലേക്ക്.
ഹാദി. ആ ഉസ്താദേ. എന്താ മോളെ, എങ്ങനെയുണ്ട്? നമുക്ക് നടന്നു നോക്കണ്ടേ? ഉസ്താദേ, ഇൻഷാ അല്ലാ. മോളെ, മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. പടച്ച റബ്ബുണ്ടെല്ലാം കാണുന്നവന്. മോൾക്കൊന്നും ഒരു വിഷമം പറ്റൂല കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം സുഖമാവും വൈകാതെ കേട്ടോ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ തന്നെ വലിയ ഭാഗ്യം തന്നെയല്ലേ. പടച്ച റബ്ബിൻ്റെ കാവലുണ്ട് നിനക്ക് ഹാദിയ. പിന്നെ സഫീറിൻ്റെ മേലിൽ എല്ലാ കേസും കെട്ടിവെക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിലെല്ലാം സത്യസന്ധമായി നീ പറയണം, നല്ല രീതിയിൽ പറയണം കേട്ടോ. അതെ, പതറരുത്, തളരരുത്. ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങണം. സത്യം വിജയിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോടതിയിൽ എന്തായാലും നമ്മൾ വിജയിക്കും. കാരണം സത്യത്തിൻ്റെ ഭാഗത്താണ് വിജയം. പക്ഷേ നമ്മളെ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ അത് അല്പം പ്രയാസമാണ്. തെറ്റായ തെളിവുകൾ കെട്ടിച്ചമക്കാനും എഴുതിയുണ്ടാക്കാനും എല്ലാവരും ഉണ്ടാകും. ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അതിനനുസരിച്ച് കോടതി വിധി നീങ്ങാനും അതൊന്നും നമുക്ക് അനുകൂലമാവണം, ഒരു പക്ഷേ പ്രതികൂലമാകും, അതൊന്നും നോക്കണ്ട, സാരല്ല. നമ്മൾ വിജയിക്കും നമുക്ക് ഉറപ്പുമില്ല. എങ്കിലും ഹാദിയ, ഞാൻ പഠിപ്പിച്ചതുപോലെ മോൾ സത്യം മാത്രം പറയണം കേട്ടോ. സത്യത്തിന് വിജയം ആദ്യമൊന്നും കാണില്ല, പക്ഷേ പിന്നീട് വിജയം ഉണ്ടാവും. ഇപ്പോൾ സത്യത്തിന് നമ്മുടെ നാട്ടിലൊന്നും വിലയില്ല മോളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ സത്യം വിജയിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെയാലും പതറരുത്, തളരരുത്. നല്ല ഉഷാറോട് കൂടി പറയണം. നിന്നെ ഹാജരാക്കും എതിർകക്ഷിയായിട്ട് കേട്ടോ മോളെ. എന്തായാലും മറ്റേ വക്കീൽ നന്നായിട്ട് പ്രതികരിക്കും. ഏതായാലും നമ്മുടെ റിസ്വാന വക്കീൽ, അവളാണ് ഇത് പറഞ്ഞത്. നീ വരുന്നത് ഒരിക്കൽ പോലും അവന് അറിയില്ല കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൾ കണ്ണുകൾ തുടച്ചു. അല്ലാ, ഹേയ് മോള് വിഷമിക്കണ്ട. ഇൻഷാ അല്ലാ, അള്ളാഹു അല്ലേ വലിയവൻ. നമുക്ക് നാളത്തെ ദിവസം മോള് ഒരു ടെൻഷൻ ഉണ്ടായത് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ പറയണം കേട്ടോ. ഇൻഷാ അല്ലാ. അവൾ തൻ്റെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിനെ നോക്കിക്കൊണ്ടിരുന്നു. ആഷി ഉസ്താദ് അവളോട് പറഞ്ഞു, മോളെ നീ ഒരിക്കലും ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ വരും. അതിൽ നമ്മളൊരു പക്ഷേ പരാജയപ്പെടാം, ഒരു പക്ഷേ വിജയിക്കാം. എങ്കിലും ആ വാക്ക് തെറ്റിക്കരുത്. സത്യം പോലെ പറയണം. സത്യം അത് കയ്പാണെങ്കിലും പറയണം. അതെ, സത്യത്തെ മുറുകെ പിടിക്കണം. നമുക്ക് ഈ ഒരു ദുനിയാവ് മാത്രമല്ല, നാളെയാണ് നമ്മുടെ ജീവിതം, ആഖിറം. അവിടെയാണ് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടത്. ഇവിടെ സത്യത്തെ മുറുകെ പിടിച്ച് സത്യത്തോടെ ജീവിക്കണം. ഒരു കളവും കൂട്ടിച്ചേർക്കരുത്, പറയരുത്. ഇൻഷാ അല്ലാ. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം അഭിമാനിച്ചു. റബ്ബേ അല്ലാ, ഇങ്ങനെയൊരു ഉസ്താദിനെയാണല്ലോ എനിക്ക് നീ നൽകിയതല്ലാ. റഹ്മാനെ, ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. നാളെയാണ് കോടതിയിലേക്ക് പോകേണ്ട സമയം. രാവിലെ 10:30 അവിടെ ഹാജരാവണം. അതാണ് കോടതിയുടെ വിധി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.